ഇണക്കുയിലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ. കളിവള്ളം കെട്ടിയിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാകച്ചോട്ടിൽ മയങ്ങുമ്പോൾ. കനവിന്റെ കളി കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ, ക്ഷണിച്ചില്ലേ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. പതിനഞ്ചാവാവിലെ പാലടി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. പതിനഞ്ചാവാവിലെ പാലടി തിരമാല പടകാളി മുറ്റത്തെത്തി വിളിക്കുന്നു. നിന്റെ സഖിമാരെ ഉണർത്താതെ വന്നാട്ടെ, വന്നാട്ടെ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ, മാറിൽ കളഭക്കൂട്ടണിഞ്ഞു കൊണ്ടുറക്കമായോ. വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ, നിന്നെ വീശുവാൻ മേടക്കാറ്റിൻ വിശറിയുണ്ടോ. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലേ. ചോദിക്കാല്ലേ നമുക്ക്? ചാനിക്ക് തന്നെ പറ. എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ഗൗതം പാടുമ്പോൾ ഗൗതത്തിൻ്റെ വേർഡ്സ് വരുന്നതൊക്കെ ഭയങ്കര ക്ലാരിറ്റിയാണ്, ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ഓരോ വേർഡ്സും വരും. നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ പഴയ പാട്ടുകളൊക്കെ ഭയങ്കര ലിറിക്കലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പം ആ ലിറിക്കൊക്കെ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ ചെവിയിലേക്ക് എത്തുന്നുണ്ട്. എല്ലാം
അടിപൊളിയായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സർ. പിന്നെ അടുത്തത് എല്ലാ വരികളുടെയും എൻഡ് സസ്റ്റെയിൻസ് ഉണ്ടല്ലോ, അത് ഗൗതം ഒറ്റയടിക്കാണ് കട്ടയാണ്. അതിനൊരു കുറച്ചുകൂടി ഒരു ടെയിൽ, കുറച്ചുകൂടി ഒരു സസ്റ്റെയിൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫെയ്ഡ് ഔട്ട് പോലെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇതുപോലെ സസ്റ്റെയിൻസിന് കുറച്ചുകൂടെ നീളമുണ്ടെങ്കിൽ നന്നായിരുന്നു. ഐ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അടിപൊളിയായേനെ. ഞാൻ നോക്കുമ്പോൾ ഗൗതം അവിടെ എവിടെയോ നോക്കിയിട്ടാ പാടണം. അവിടെ ആരെങ്കിലും ഉണ്ടോടാ? ആരുമില്ലല്ലോ. അപ്പം ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ നോക്കി അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ വി വിൽ ഫീൽ ദാറ്റ് യു ആർ കോൺഫിഡൻറ്റ്. ഈ കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. പ്ലസ് എന്ന് പറയുന്നത് നന്നായിട്ട് പാടി, യെസ് ഡെഫിനറ്റ്ലി. എനിക്ക് സ്ട്രെയിൻ ഫീൽ ചെയ്തു. പിന്നെ ഐ കോണ്ടാക്ട്, പിന്നെ സസ്റ്റെയിൻഡ് ടെയിൽ, ഇത് മാത്രമേ ഞാൻ എഴുതിയുള്ളൂ കേട്ടോ. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ? ഗൗതം നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഞാൻ എഴുതി വെച്ച ആകെ സ്ട്രെയിൻ എന്നുള്ളതാണ്. അപ്പൊ അത് എന്ത് പറ്റി, ഓവർ പ്രാക്ടീസ് ചെയ്തോ? ഇല്ല, ഒരുപാട് ഒരുപാട് കെയറും ചെയ്യണ്ട. ഇതിന്റെ ഒരു ബാലൻസ് വേണം ഇതിന്. നമ്മൾ ഓവർ കെയർ ചെയ്താലും പ്രശ്നമാണ്. ഇതിൽ എനിക്ക് ചില സംഗതീസ് അനുപല്ലവി എന്ന് പാടിക്കേ. കളിവെള്ളം കെട്ടിട്ടു പുഴക്കടവിൽ ഞാൻ മലരണി വാഗച്ചോട്ടിൽ മയങ്ങുമ്പോൾ. നെക്സ്റ്റ് ലൈൻ. കനവിന്റെ കളിത്തേരിൽ വന്നില്ലേ സ്നേഹ കളിവാക്കു പറഞ്ഞെന്നെ ക്ഷണിച്ചില്ലേ ക്ഷണിച്ചില്ലേ. പാടുന്നൊക്കെ ഉണ്ട്. സ്ട്രെയിനിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. തള്ളിയിട്ട് അതാ നല്ല പുഷ് ചെയ്യുന്നുണ്ട്. അത് കിട്ടാൻ വേണ്ടി ഒരു എക്സേഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ അത് മോന് നെക്സ്റ്റ് റൗണ്ടിൽ ഇനിയിപ്പോ വരുന്ന റൗണ്ട്സ് ഒക്കെ നിങ്ങൾ ഹെൽത്ത് ശ്രദ്ധിക്കണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. സായി ചേച്ചി? അയ്യോ ഗൗതം, ഭയങ്കര പേടിച്ചിട്ട് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഗൗതമിന് ഇപ്പം വോയിസ് ചേഞ്ചിങ് നടക്കുന്ന ഒരു പ്രോസസ്സ് നടക്കുന്ന ഒരു ഫേസ് ആണ് ഇപ്പം. ആ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫെമിനൈൻ വോയിസ് നിന്ന് മാറി യു ആർ ഗെറ്റിംഗ് ഇൻ ടു എ ന്യൂ സോൺ. പക്ഷെ മോൻ അസലായിട്ട് പാടി, നല്ല ഫീലോട് കൂടി പാടി. താങ്ക് യു. പിന്നെ വേണമെങ്കിൽ ഈ പിച്ച് ഷിഫ്റ്റ് വേണമെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്കെയിലോട്ട് വേണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത്, ഇപ്പോൾ ലോവർ നോട്ട്സ് ഓഡിബിൾ ആവുന്നില്ല എങ്കിൽ മേ ബി ഒരു സെമി ടോൺ ഒരു ചെറുങ്ങനെ ഒന്ന് ഹൈ ആക്കി കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പാടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ഫേസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ഇതാണ് ആക്ച്വലി ഒരു എവല്യൂഷൻ്റെ ഒരു ഫേസ് ആണിത്. ഗൗതം അടിപൊളി ഒരു സിംഗറാണ്. യു ക്യാൻ ആക്ച്വലി റിയലി ഡു ഗ്രേറ്റ് കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഗൗതു, അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് പൊളിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ ഇത്തവണ പോയി കറക്ഷൻസ് ഒക്കെ ശരിയാക്കി നെക്സ്റ്റ് ടൈം അടിപൊളിയായിട്ട് വാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.